ഹായ് കൂട്ടുകാരെ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് സംഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? എന്നാൽ സംഭാഷണം എന്താണ്? രണ്ടോ അതിലധികമോ ആളുകൾ തമ്മിലുള്ള ആശയവിനിമയമാണ് സംഭാഷണം എന്ന് നമുക്ക് പറയാം. വർത്തമാനം പറയുന്ന രീതിയിലുള്ള ഭാഷയാണ് സാധാരണയായി സംഭാഷണത്തിൽ ഉപയോഗിക്കുന്നത്. ഒരു സംഭാഷണം വിലയിരുത്തുമ്പോൾ സംഭാഷണത്തിന് ചേർച്ചയുള്ള വാക്കുകൾ, പ്രയോഗങ്ങൾ, ചൊല്ലുകൾ എന്നിവയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും സംഭാഷണത്തിന് ആരംഭവും അവസാനവും ഉണ്ടോ എന്നൊക്കെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് നമുക്ക് ഒരു സംഭാഷണം കേട്ടാലോ? വാന്യ മുന്തിരിങ്ങ കഴിച്ചത് സഹോദരങ്ങൾ അറിഞ്ഞ ശേഷം വാന്യയും സഹോദരങ്ങളും തമ്മിൽ നടക്കാനിടയുള്ള ഒരു സംഭാഷണമാണ് നമുക്ക് തയ്യാറാക്കേണ്ടത്. നമുക്ക് ഇവരുടെ സംഭാഷണം ശ്രവിക്കാം. സഹോദരങ്ങൾ: എന്നാലും നിന്റെ ഒരു കാര്യം നാണക്കേടായല്ലോ വാന്യേ. വാന്യ: നിങ്ങൾ എന്നെ കളിയാക്കേണ്ട. നിങ്ങൾക്ക് മുന്തിരി എന്താണെന്ന് നേരത്തെ അറിയുന്നതല്ലേ. എനിക്ക് അത് എന്താണെന്ന് അറിയില്ലാത്തത് കൊണ്ടല്ലേ ഞാൻ അതിൽ നിന്നൊന്നെടുത്തത്. സഹോദരങ്ങൾ: എന്നാലും നിനക്ക് ഞങ്ങളോട് ആരോടെങ്കിലും പറയാമായിരുന്നില്ലേ. വാന്യ: നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ അമ്മയോടും അച്ഛനോടും പറയില്ലേ. അതുകൊണ്ടാണ് ഞാൻ ആരോടും പറയാതിരുന്നത്. സഹോദരങ്ങൾ: എന്തായാലും നിന്റെ കള്ളത്തരം നീ തന്നെ വെളിച്ചത്ത് കൊണ്ടുവന്നല്ലോ. വാന്യ: മുന്തിരിയുടെ കുരു കഴിച്ചാൽ മരിച്ചു പോകും എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ പേടിച്ചുപോയി. സഹോദരങ്ങൾ: അത് അച്ഛൻ ഒരു സൂത്രം പ്രയോഗിച്ചതാണ്. വാന്യ: അത് അച്ഛൻ്റെ തന്ത്രമാണെന്ന് അറിയാൻ ഞാൻ വൈകിപ്പോയി. സഹോദരങ്ങൾ: സാരമില്ല വാന്യേ, ഇനി ഇങ്ങനെ കള്ളത്തരം ചെയ്യരുത്, അത് നല്ലതല്ല. വാന്യ: ശരി. ഈ സംഭാഷണം ഏവർക്കും ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. സംഭാഷണം എന്താണെന്നും ഒരു സംഭാഷണം തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഏവർക്കും വ്യക്തമായി എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.